അധികാരപരിധിക്കുള്ളിൽ സ്വന്തമായി പോലീസ് സ്റ്റേഷനില്ലാത്ത ഒരു സേനയുണ്ട് ഇടുക്കി ജില്ലയിൽ. മഴക്കാലമാവുമ്പോൾ സുരക്ഷാ ഭീഷണിയും വിവാദങ്ങളുമാവുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് സേനയ്ക്കാണ് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത്. അങ്ങകലെ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സേവനവും ഇങ്ങ് വണ്ടിപ്പെരിയാറിൽ ഓഫീസുമായി പ്രവർത്തിക്കുന്നതും അധികാരപരിധിക്കുള്ളിൽ സ്വന്തമായി പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സേനയുണ്ട് ഇടുക്കി ജില്ലയിൽ. അതാണ് മുല്ലപ്പെരിയാർ പോലീസ് സേന. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കമായതോടുകൂടി 2016 മുല്ലപ്പെരിയാർ പോലീസ് സേനയ്ക്ക് രൂപം നൽകിയത്. അന്നു മുതൽ സ്വന്തമായി പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത സേന വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന കെട്ടിടത്തിൽ ഓഫീസും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം തമിഴ്നാട് ക്വാർട്ടേഴ്സിൽ കാടിന് നടുവിൽ സേവനവും നടത്തുന്ന മുല്ലപ്പെരിയാർ പോലീസിൽ ഒരു DYSP, 2 സർക്കിൾ ഇൻസ്പെക്ടർ, 5 SIമാർ എന്നിവർ ഉൾപ്പെടെ 124 തസ്തികകളാണ് സേനയിൽ ഉള്ളത്. എന്നാൽ നിലവിൽ 65 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കാടിനുള്ളിൽ തമിഴ്നാട് വക ശോചനീയാവസ്ഥയിലുള്ള ക്വാർട്ടേഴ്സിൽ അടിസ്ഥാന സൗകര്യക്കുറവുകൾക്ക് നടുവിലാണ് ഇവർ സേവനം അനുഷ്ഠിച്ച് വരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതോടെ റിസർവോയറിലെ പ്രദേശങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ട്, ബേബി ഡാം, എർത്ത് അണക്കെട്ട്, സ്പിൽവേ, തേക്കടിയിലെ ഷട്ടറും എന്നീ പ്രദേശങ്ങളാണ് മുല്ലപ്പെരിയാർ പോലീസിൻ്റെ അധികാര പരിധിയിൽ വരുന്നത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴി കാട്ടുപാതയിലൂടെ 17 കിലോമീറ്റർ താണ്ടിയാണ് ഇവർ സേവന മേഖലയിൽ എത്തുന്നത്. മുല്ലപ്പെരിയാർ സേനയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യത്തിൽ വണ്ടിപ്പെരിയാർ സത്രത്തിൽ മുല്ലപ്പെരിയാർ സേനയ്ക്ക് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുവാൻ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ റിസർവ് ഫോറസ്റ്റിൽ അനധികൃത നിർമ്മാണം നടത്തുന്നുവെന്നാരോപിച്ച് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം വനം വകുപ്പ് തടഞ്ഞിരുന്നു. റിസർവ് വനമായി പ്രഖ്യാപിക്കുവാൻ 2017 വിജ്ഞാപനം ചെയ്ത സ്ഥലമാണിവിടെന്നും ഇവിടെയാണ് അന്ന് ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന H. ദിനേശൻ 2019 സത്രത്തിൽ 50 സെന്റ് സ്ഥലം മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷന് നിർമ്മാണത്തിനായി അനുവദിച്ച് ഉത്തരവിറക്കിയിരുന്നത്. റിസർവ് ഫോറസ്റ്റ് പതിച്ചു നൽകാൻ ജില്ലാ കളക്ടർക്ക് അനുമതി ഇല്ല എന്നറിയിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരുന്നു. എന്നാൽ കളക്ടർ ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നില്ല. പോലീസ് സ്റ്റേഷനായി മാറ്റിയ സ്ഥലം വൃത്തിയാക്കുന്നതിന് തൊഴിലാളികൾ എത്തിയപ്പോൾ വനം വകുപ്പ് ഇവരെ തടഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയെങ്കിലും കേസെടുക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ മുല്ലപ്പെരിയാർ സേനയ്ക്ക് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യം പച്ചപ്പിൻ്റെ ചുവപ്പ് നാടകൾക്കുള്ളിൽ ബന്ധിക്കപ്പെടുകയായിരുന്നു. കാടിനുള്ളിലെ സേവനങ്ങൾക്ക് ശേഷം സമാധാനപരമായ അല്പം വിശ്രമത്തിനും സൗകര്യപ്രദമായ പ്രാഥമിക ആവശ്യ നിർവഹണങ്ങൾക്കും കിലോമീറ്ററുകൾ താണ്ടി വണ്ടിപ്പെരിയാറിലെ ഓഫീസിലെത്തേണ്ട മുല്ലപ്പെരിയാർ പോലീസ് സേനയ്ക്ക് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ എന്ന സ്വപ്നം എപ്പോൾ സാക്ഷാത്കരിക്കുമെന്ന ചിന്തയോടുകൂടിയാണ് ഇവർ കാടിനുള്ളിൽ വിവാദ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുന്നത്. VR വിജയൻ, ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.